കബളിപ്പിച്ച് വൻ തുകയുമായി മലയാളി മുങ്ങി. സുന്നി നേതാവും അറിയപ്പെടുന്ന വാഗ്മിയുമായ സിദ്ദീഖ് ഫൈസി കണ്ണാടി പറമ്പാണ് പലരിൽ നിന്നായി ഏകദേശം 20 കോടി രൂപ തട്ടിയെടുത്ത് മുങ്ങിയതായി പരാതി ഉയർന്നു. സ്പോൺസർ കുവൈറ്റിലും തട്ടിപ്പിനിരയായ മലയാളികളിൽ ചിലർ നാട്ടിലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇയാൾ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ മാസം 16-നാണ് സിദ്ദീഖ് ഫൈസി കുവൈറ്റിൽ നിന്ന് മുങ്ങിയത്. ആദ്യം UAE-യിലെത്തിയ ഇയാൾ പിന്നീട് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നതായി തട്ടിപ്പിനിരയായവർ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായെങ്കിലും വീട്ടിലെത്തിയിട്ടില്ലെന്നാണ് വിവരം. കുവൈറ്റ് സിറ്റി സൂഖ് മുബാറക്കയിലെ സ്വദേശിയുടെ ഈദുമത്രം വിൽപ്പന നടത്തുന്ന കടയിലെ ജീവനക്കാരനായ സിദ്ദീഖ് ഫൈസി കടയുടെ ഉടമസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പലരിൽ നിന്നും ബിസിനസ് വിപുലപ്പെടുത്താനെന്ന പേരിൽ പണം കടം വാങ്ങിയത്. സ്പോൺസറിൽ നിന്നും പലപ്പോഴായി 8000 ദിനാറോളം വാങ്ങിയിട്ടുണ്ട്. മലയാളികളെ കൂടാതെ ബംഗാളികൾ, ഈജിപ്തുകാർ തുടങ്ങിയവരും തട്ടിപ്പിനിരയായിട്ടുണ്ട്. ഇതുവരെ പുറത്തിറങ്ങിയത് പ്രകാരം ഏകദേശം 20 കോടി രൂപ പലരിൽ നിന്നായി സിദ്ദീഖ് ഫൈസി വാങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അറിയപ്പെടുന്ന സുന്നി നേതാവായ സിദ്ദീഖ് ഫൈസി ആ പശ്ചാത്തലം കൂടി ഉപയോഗപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ഇരയായവർ പറയുന്നു. പിന്നീട് പുള്ളി വാങ്ങുന്ന കാശ് കുറച്ച് കാശ് വാങ്ങിയിട്ട് തിരിച്ചു വരും, പിന്നീട് വാങ്ങും, പിന്നീട് തിരിച്ചു വരും, അങ്ങനെയുള്ള പരിപാടികളാണ്. പിന്നെ പുള്ളി മതസംഘടനപരമായിട്ട് പുള്ളി നല്ല ഉയർന്ന സ്ഥാനത്ത് നിന്നിരുന്ന ആളാണ്. കൂടുതൽ കാശ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തതും മതത്തിന്റെ ഈ പേര് പറഞ്ഞിട്ടാണ് പുള്ളി കാശ് വാങ്ങിയിട്ട് പറ്റിച്ചിരിക്കേണ്ടത്. സിദ്ദീഖ് ഫൈസി പ്രവർത്തിച്ചിരുന്ന സുന്നി സംഘടനയിൽപ്പെട്ട നിരവധി പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട്. എന്നാൽ സംഘടനാ നേതൃത്വത്തിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം ആരും പരാതിപ്പെടുന്നില്ലെന്നാണ് വിവരം. നാട്ടിലും പലരിൽ നിന്നും സിദ്ദീഖ് ഫൈസി വൻതുക വാങ്ങിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. മീഡിയ 1 കുവൈറ്റ്.